ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബ്ലിംഗ് സ്റ്റോറീസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂരിലെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഈ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൽത്തപ്പം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പച്ചരിയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അതിട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ഏലക്ക, 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി അരയാൻ ആവശ്യമായി 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തിട്ടുള്ളത് അതേ മെഷർമെൻറ്റിൽ തന്നെ വെള്ളം കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ 4 പീസ് വെള്ളമാണ്. ഇതെന്ന് പറയുന്നത് ഒരു കറക്റ്റ് മധുരമാണ്. ഇനി കുറച്ചും കൂടി മധുരം വേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു 2 പീസും കൂടി വെള്ളം എടുക്കാവുന്നതാണ്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി മെൽട്ടാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിലേക്ക് ഇത് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത ഒരു ടൈമിൽ തന്നെ ഇതുപോലെ നന്നായി എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് മാത്രമായി വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് സോഡ കൂടി ചേർത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കായി ഒരു ചെറിയ സവാള ഇതുപോലെ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുക. സവാള മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിൽ തന്നെ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന സവാള കൂടി ഇതിൻ്റെ മേലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഞാനൊരു ഫ്രൈ പാൻ നന്നായി ചൂടാക്കി ഇതിനടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രൈ പാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 14 മിനിറ്റ് കുക്കാവുമ്പോൾ തന്നെ ഇതുപോലെ ബബിൾസ് വരുന്നുണ്ടാവും. ആവിയും വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കരുത്. നന്നായി തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ അടിയൊക്കെ മുറിയാതെ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൽത്തപ്പം റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. കൽത്തപ്പം പെർഫെക്റ്റ് ആകുക എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ളിൽ ആര് വരുമ്പോഴാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് കൽത്തപ്പത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആര് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.